ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് നമ്മുടെ 6th CBSE ബയോളജിയിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിലെ 6 മാർക്ക് നമ്മൾ ഉറപ്പിച്ചാലോ? സോ തമ്പനയിൽ കണ്ടതുപോലെ 6 മാർക്ക് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സോ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സോ വളരെ പ്രധാനപ്പെട്ടതായത് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ അത് ഡിസ്കസ് ചെയ്യുന്നതും. സോ ഇതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ചോദ്യം? മനുസ് മദർ മെയിൻറ്റെയിൻസ് എ കിച്ചൺ ഗാർഡൻ. മനുവിന്റെ അമ്മ ഒരു കിച്ചൺ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സംശയമൊന്നുമില്ല. വൺ ഡേ ഷീ വാസ് ഡിഗിങ് ഔട്ട് റാഡിഷ് ഫ്രം ദ സോയിൽ. അപ്പോൾ ഒരു ദിവസം മനുവിന്റെ അമ്മ എന്ത് ചെയ്തു? റാഡിഷ് എന്ത് ചെയ്തു? കിളച്ചെടുത്തു, മണ്ണിൽ നിന്ന് കിളച്ചെടുത്തു. ഷീ ടോൾഡ് മനു ദാറ്റ് റാഡിഷ് ഈസ് എ കൈൻഡ് ഓഫ് റൂട്ട്. അപ്പം മനു ചെറിയ കുട്ടിയാണ്, നിങ്ങളെ പോലെ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ മനുവിന്റെ അമ്മ പറഞ്ഞു, റാഡിഷ് കണ്ടോ നീ, ഇത് ഒരു റൂട്ടാണ്, അതൊരു വേരാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റൂട്ട് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ മനുവിന്റെ അമ്മ മനുവിനോട് പറയാണ്. ഓക്കെ, എക്സാമിൻ എ റാഡിഷ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് റൂട്ട് ഇറ്റ് ഈസ്. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. മനുവിന്റെ അമ്മ പറഞ്ഞു തരേണ്ടത് മനുവിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സാമിൻ എ റാഡിഷ്. ഒരു റാഡിഷിനെ നിങ്ങൾ എക്സാമിൻ ചെയ്യുക, നിരീക്ഷിക്കുക, അതിനൊന്ന് നോക്കുക, അതിന്റെ ഒരു അപ്പിയറൻസ് ഒക്കെ ഒന്ന് നോക്കാം. ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് റൂട്ട് ഇറ്റ് ഈസ്. അത് എന്ത് തരം റൂട്ടാണെന്ന് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ആൻഡ് ചോദ്യം കഴിഞ്ഞില്ല. വാട്ട് ടൈപ്പ് ഓഫ് വീനേഷൻ വുഡ് യു ഒബ്സർവ് ഇൻ ദ ലീഫ് ഓഫ് റാഡിഷ് പ്ലാന്റ്. അങ്ങനെയാണെങ്കിൽ ഈ വേര് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ റാഡിഷിന്റെ ലീഫിന്റെ വീനേഷൻ എന്താണെന്ന് പറയണം. അപ്പൊ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മളൊരു കഥ പറഞ്ഞു. മനുവിന്റെ അമ്മയ്ക്ക് ഒരു തോട്ടമുണ്ട്, റാഡിഷ് എടുത്തു. റാഡിഷ് മനുവിനെ കാണിച്ചിട്ട് മനുവിന്റെ അമ്മ പറഞ്ഞു, ഇത് കണ്ടോ മോനെ, ഇതൊരു റൂട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, റൂട്ടാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ റൂട്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളോട് പറയുന്നത് എന്താ? ഈ റൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സാമിൻ ചെയ്തിട്ട് അത് എന്ത് തരം റൂട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ആ റൂട്ട് ഏതാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ ലീഫ്, ആ റാഡിഷിന്റെ ലീഫ് നോക്കിയിട്ട് അത് എന്ത് തരം വീനേഷൻ ആണുള്ളതെന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. സോ ഒരു റാഡിഷ് നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കുക, അതൊരു മെയിൻ റൂട്ടായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മെയിൻ റൂട്ടാണ്. അപ്പൊ റാഡിഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് ആണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. റാഡിഷ് ഒരു ടാപ്പ് റൂട്ടാണ്. ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പ്രൈമറി, ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും. ഇതേപോലെ ഒരു മെയിൻ റൂട്ട്, പിന്നെ സൈഡിലേക്ക് ചെറിയ ചെറിയ റൂട്ട് ഉണ്ടാവും. ഇതുപോലെ സെക്കൻഡറി, ടെർഷറി, ചെറിയ ചെറിയ റൂട്ട് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ടാപ്പ് റൂട്ട് എന്ന് പറയാ. അപ്പൊ ഇതുപോലെയല്ല ഏകദേശം നമ്മൾ റാഡിഷ് കാണാൻ. യെസ്. പിന്നെ വേറെ റൂട്ട് ഉണ്ട്. അതെന്താണെന്നറിയോ? വേറെ റൂട്ട് ഇതുപോലെ കാണാം. അതെങ്ങനെയാ? ചെടി ഇങ്ങനെ ഉണ്ടാവും. ചെടിയുടെ ഈ ബേസിൽ നിന്ന് റൂട്ട്സ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഏകദേശം എല്ലാ റൂട്ടിനും ഏകദേശം ലെങ്ത് ഒക്കെ ഏകദേശം ഒരുപോലെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള റൂട്ടിനെ നമ്മൾ എന്താ പറയുക? ഫൈബ്രസ് റൂട്ട് എന്ന് പറയും. ഫൈബ്രസ് റൂട്ട് അല്ല മക്കളെ? ഫൈബ്രസ് റൂട്ട്. നേരത്തെ കാണിച്ചത് എങ്ങനെയാ? ചെടിയുടെ ഒരു മെയിൻ റൂട്ട് ഉണ്ട്, ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും. അതിൽ നിന്ന് സൈഡിലേക്ക് ചെറിയ ചെറിയ റൂട്ട്സ് ഉണ്ടാവും അല്ലേ? ഇങ്ങനെ ഉണ്ടാവും. ഇതെന്ത് റൂട്ടാ? ഇത് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട്. അപ്പൊ നിങ്ങൾ ഇത് 2 കണ്ടു അല്ലെ? ഇത് ഫൈബ്രസ് റൂട്ട്, ഇത് ടാപ്പ് റൂട്ട്. ഫൈബ്രസ് റൂട്ട് കാണണമെങ്കിൽ ഒരു പുല്ലെടുത്ത് നിങ്ങൾ പൊരിച്ച് നോക്കുക. അപ്പോൾ ആ റൂട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ബ്രാഞ്ചഡ് ആയിട്ട് ഇങ്ങനെ കാണുന്ന റൂട്ടാണ് ഫൈബ്രസ് റൂട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ റാഡിഷ് കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഇതുപോലെ തോന്നുന്നുണ്ടോ? ഇതുപോലെ തോന്നുന്നുണ്ടോ? റാഡിഷ് ഇതുപോലെയല്ലേ റാഡിഷ് ഉള്ളത്. അപ്പൊ റാഡിഷ് എന്ന് പറയുന്നത് എന്ത് റൂട്ടാണ്? ടാപ്പ് റൂട്ടാണ്. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഇത് കുറച്ച് സൈഡിലേക്ക് ആക്കട്ടെ. ഇവിടെ കിടക്കട്ടെ. നോക്കണേ. ഫൈബ്രസ് റൂട്ടുള്ള ചെടികളുടെ ഇല നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വെയിൻസ് എല്ലാം പാരലൽ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇലയുടെ വെയിൻസ് എല്ലാം പാരലൽ. വെയിൻസ് എല്ലാം എങ്ങനെ കാണാം? പാരലൽ. ഒരു ഇലയുടെ മുകളിൽ അല്ലെങ്കിൽ ഇലയിൽ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിനെയാണ് വീനേഷൻ എന്ന് പറയാം. അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ് ഇൻ എ ലീഫ്. ലീഫിൽ വെയിൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, അതാണ് വീനേഷൻ. സോ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? പാരലൽ വീനേഷൻ. എന്താ പറയാ? പാരലൽ വീനേഷൻ. എന്താ പറയാ കുട്ടികളെ?
പാരലൽ വീനേഷൻ. അപ്പൊ ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഫൈബ്രസ് റൂട്ടുള്ള ചെടികൾക്ക് വീനേഷൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. എന്നാൽ അടുത്തൊരു കേസ് നോക്കണേ, ടാപ്പ് റൂട്ടിന്റെ. അപ്പൊ ടാപ്പ് റൂട്ടുള്ള ചെടികളുടെ ഇലകൾ നോക്കിയാല് ഇതുപോലെ കാണും. കണ്ടോ? നടുക്കൊരു മെയിൻ മിഡ്രീബ് ഉണ്ടാവും. പിന്നെ സൈഡിലേക്ക് ഇതുപോലെ ഒരു നെറ്റ്വർക്ക് പോലെയാ വെയിൻസ് ഉണ്ടാവുക, അല്ലേ? ഒരു നെറ്റ്വർക്ക് പോലെ. അപ്പൊ ഇങ്ങനെയുള്ള വീനേഷനെ നമ്മൾ വിളിക്കുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്നാണ്. എന്താ വിളിക്കുക കുട്ടികളെ? റെറ്റിക്കുലേറ്റ് വീനേഷൻ. റെറ്റിക്കുലേറ്റ് വീനേഷൻ. അപ്പോൾ ആൻസർ കിട്ടി നമുക്ക്. എന്താ? ടാപ്പ് റൂട്ടുള്ള ചെടികൾക്ക് ലീഫിൽ എന്ത് വീനേഷൻ ആണുള്ളത്? റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇനി ഫൈബ്രസ് റൂട്ട് കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ ലീഫിന്റെ വീനേഷൻ എന്താ? പാരലൽ. ഇപ്പൊ പുല്ലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പാരലൽ വീനേഷൻ അല്ലേ? ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? റാഡിഷ് ഏത് റൂട്ടാണെന്ന്. അപ്പൊ നമുക്കറിയാം ടാപ്പ് റൂട്ട്. അപ്പൊ സ്വാഭാവികമായും ലീഫിന്റെ വീനേഷൻ എന്തായിരിക്കും? റെറ്റിക്കുലേറ്റ് വീനേഷൻ. കാരണം ടാപ്പ് റൂട്ടിന് എന്ത് വീനേഷൻ ആണ്? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. മോണോകോട്ടിലിഡണസ് പ്ലാന്റിന് മോണോകോട്ട്സ് എക്സിബിറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഫൈബ്രസ് റൂട്ട് കണ്ടീഷനും പാരലൽ വീനേഷനും. കേട്ടോ? മോണോകോട്ട്സിന്റെ പ്രത്യേകതയാണെന്ത്? അവരുടെ വേരുകൾ ഫൈബ്രസ് റൂട്ടായിരിക്കും. അവർക്കുള്ള ലീഫിന്റെ പ്രത്യേകത എന്താ? വീനേഷൻ പാരലൽ വീനേഷൻ ആണ്. എന്താണ് മക്കളെ? പാരലൽ വീനേഷൻ. വെയിൻസ് ഒക്കെ ഇങ്ങനെ പാരലായിട്ട് കാണാം. കണ്ടോ മക്കളെ? ഇനി ഡൈക്കോട്ടിലിഡണസ് പ്ലാന്റ് ആണെങ്കിൽ കുട്ടികളെ, ഇപ്പൊ മോണോകോട്ടിന്റെ കാര്യം ഇപ്പൊ സാറ് പറഞ്ഞേ. ഇനി ഡൈക്കോട്ടിലിഡണസ് പ്ലാന്റ് ആണെങ്കിൽ മക്കളെ, ഡൈക്കോട്ട്സ് ആണെങ്കിൽ അവരുടെ വേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കാണാം. ടാപ്പ് റൂട്ട് ആണ് കാണാം. അവരുടെ ലീഫ് റെറ്റിക്കുലേറ്റ് വീനേഷന് വിധേയമാണ്. ഓക്കെ, ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. സോ ഡൈക്കോട്ട് ആണോ? വേരെന്തായിരിക്കും? റൂട്ട് ടാപ്പ് റൂട്ട് ആണ്. വീനേഷൻ എന്താണ്? റെറ്റിക്കുലേറ്റ് ആണ്. ഇനി മോണോകോട്ട്സ് ആണോ? അവരുടെ റൂട്ട് എന്തായിരിക്കും? ഫൈബ്രസ് റൂട്ടാണ്. വീനേഷൻ എന്താണ്? പാരലൽ വീനേഷൻ ആണ്. ഇത് മക്കൾ ഓർത്തു വെക്കുമല്ലോ. അപ്പൊ നേരത്തെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. 2 മാർക്കിന്റെ ഒരു ചോദ്യമായിരുന്നത്. റാഡിഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. കിട്ടി 1 മാർക്ക്. വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ മെയിൻ റൂട്ട് ദാറ്റ് ഗ്രോ വെർട്ടിക്കലി ഡൗൺവേർഡ് ആൻഡ് ഈസ് ലാർജർ ദാൻ അതർ റൂട്ട്. അല്ലേ? ഇതാ ഒരു മെയിൻ റൂട്ട് ഉണ്ട്. ആ മെയിൻ റൂട്ട് വലുതാണ്, കാണാല്ലേ? വലിയ റൂട്ടാണ്. അതിന്റെ സൈഡിലേക്ക് ചെറിയ ചെറിയ റൂട്ട്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതാണ് മക്കളെ എന്ത്? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് റൂട്ട് സ്റ്റോർ ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് ഫോർ ദ പ്ലാന്റ്. അപ്പൊ ഇത് ഫുഡിനെ സ്റ്റോർ ചെയ്യും അല്ലെ? റാഡിഷ് ഫുഡാണ്. ഇപ്പൊ ക്യാരറ്റ് ഫുഡല്ലേ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചെടികളുടെ ഇലകളുടെ പ്രത്യേകത എന്താ? വീനേഷൻ നമുക്കറിയാം, റെറ്റിക്കുലേറ്റ്. ദ ലീഫ് ഓഫ് എ റാഡിഷ് പ്ലാന്റ് എക്സിബിറ്റ് എന്താണ്? റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് വീനേഷൻ വെയിൻസ് ഫോം നെറ്റ്വർക്ക് ലൈക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നെറ്റ്വർക്ക് ലൈക്ക് പാറ്റേൺ. കണ്ടോ? ഇതുപോലെ നെറ്റ്വർക്ക് ലൈക്ക് പാറ്റേൺ കാണാം. കണ്ടോ? ഒരു മെയിൻ വെയിനും സൈഡിലേക്ക് ചെറിയ ചെറിയ വെയിനും കാണാം. with smaller veins branching off from the main vein. മെയിൻ വെയിനിൽ നിന്ന് മെയിൻ വെയിൻ അതിൽ നിന്ന് ചെറിയ ചെറിയ വെയിൻസ് ബ്രാഞ്ച് ചെയ്യും. അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടാവും. ഇതാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അടുത്തൊരു ചോദ്യം, 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ലുക്ക് അറ്റ് ദ ഇമേജ് ഓഫ് മൗണ്ടൻ ഗോഡ്സ്. മൗണ്ടൻ മലനിരകളിൽ കാണപ്പെടുന്ന, മലകളൊക്കെ ക്ലൈംബ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള അല്ലി പിടിച്ച് ക്ലൈംബ് ചെയ്ത് പോകുന്ന മൗണ്ടൻ ഗോഡ്സ്. പിന്നെ എന്താ? ഗോട്ട് ഫൗണ്ട് ഇൻ പ്ലെയിൻസ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയിൻ സമതലമാണ്, അതായത് ഫ്ലാറ്റ് സർഫസ്. അപ്പൊ ഫ്ലാറ്റ് സർഫസിൽ കാണുന്ന ഗോട്ടും മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് പോകുന്ന മൗണ്ടൻ ഗോട്ടും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസുമാണ് ചോദിച്ചിരിക്കുന്നത്. സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ രണ്ടിലും പൊതുവായിട്ടുള്ളത് എന്താണ്? ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റൊന്ന് എങ്ങനെ വ്യത്യസ്തമായി കാണുന്നു, വ്യത്യസ്തമായത് എന്ത് ഫാക്ടേഴ്സ് കാരണമാണ്. അപ്പൊ സിമിലാരിറ്റീസും ഡിഫറൻസസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദീസ് ഈ ഡിഫറൻസിന്റെ കാരണം എന്തായിരിക്കും? കാരണം നമുക്ക് ഇപ്പൊ തന്നെ പറയാം, ഒന്ന് മൗണ്ടനിൽ ജീവിക്കുന്നതാണ്, ഒന്ന് പ്ലെയിനിൽ നിൽക്കുന്നതാണ്. അപ്പൊ നിൽക്കുന്ന സ്ഥലം വേറെ വേറെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സിമിലാരിറ്റീസ് നോക്കാം.
അതിന് മനസ്സിലാക്കേണ്ട രണ്ടും ആടുകളാണ്. രണ്ടിന്റെയും ഫാമിലി ബൊവിഡേ എന്ന് പറയുന്ന ഫാമിലി വരുന്നത് രണ്ടും ആടാണ്. മൗണ്ടൻ ഗോട്ട് ആയിക്കോട്ടെ പ്ലെയിൻ ഗോട്ട് ആയിക്കോട്ടെ രണ്ടും ഗോട്ടാണ്. സോ ഫാമിലി എന്താണ് മക്കളെ? സെയിം ആണ്. ബോത്ത് ആർ ഗോഡ്സ് ബിലോങ്ങിങ് ടു ദ സെയിം ഫാമിലി. സെയിം ഫാമിലിയിൽ വരുന്ന രണ്ടും ഗോട്ടാണ്, ആടുകളാണ്. ബോത്ത് ആർ ഹെർബിവോർ. രണ്ടുപേരും പുല്ലുകൾ അല്ലെങ്കിൽ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. ഹെർബിവോർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്. അറിയാത്തവരൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഹെർബിവോർ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്. പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽ, പ്ലാന്റ് ഭക്ഷണമാക്കുന്ന ആനിമൽസ്, അതാണ് ഹെർബിവോർ. രണ്ടാളും ഹെർബിവോർ ആണ്, പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. പിന്നെന്താ പറയുന്നത്? ഈറ്റ് പ്ലാന്റ്സ്. ബോഡി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും ഹൂസും ഹോൺസും ഒക്കെ ഉണ്ട്. കാലുകൾ, ഹൂസ്, അതുപോലെ തന്നെ കൊമ്പുകളൊക്കെ ഉണ്ട്. സിമിലാരിറ്റി ആണ്. ഡിഫറൻസസിലേക്ക് വരുമ്പോൾ കുറച്ച് ഏറെ ഡിഫറൻസസ് നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ മൗണ്ടൻ ഗോട്ടിനെ കൊടുത്തിരിക്കുന്നു, സെക്കൻഡ് കോളത്തിൽ പ്ലെയിൻ ഗോട്ടിനെ കൊടുത്തിരിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൗണ്ടൻ ഗോട്ട് എന്ന് പറയുമ്പോൾ, മൗണ്ടൻ എന്ന് പറയുമ്പോൾ കോൾഡ്, അത് ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലമാണ്. സോ തണുപ്പ് കൂടുതലുണ്ടാവും. അല്ല, മലനിരകളിലേക്ക് പോകുമ്പോൾ, മലകളിലൊക്കെ ക്ലൈംബ് ചെയ്യുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യും. ബിക്കോസ് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അവർ തണുപ്പ് ഫീൽ ചെയ്യും. അപ്പൊ ആ തണുപ്പുള്ള സ്ഥലത്താണ് ആര് ജീവിക്കുന്നത്? മൗണ്ടൻ ഗോട്ട് ജീവിക്കുന്നത് തണുപ്പുള്ള സ്ഥലത്താണ്. അപ്പൊ അവർക്ക് ലോങ് ഫർ, നല്ല കട്ടിയുള്ള തിക്ക് ആൻഡ് ലോങ് ഫർ, നീളമുള്ള കട്ടിയുള്ള രോമങ്ങൾ ഉണ്ടാവും. എന്നാല് നമ്മളെ പ്ലെയിൻ ഗോട്ട് പ്രതലത്തിൽ, നമ്മളെ സമപ്രതലം, എന്താ പറയാ, ഫ്ലാറ്റ് സർഫസിൽ നിൽക്കുന്നവരാ, അവർക്ക് അവിടെ തണുപ്പില്ല, ചൂടാണ്, വാമർ ക്ലൈമറ്റ് ആണ്. അപ്പൊ ചൂട് കൂടുമ്പോൾ രോമം അങ്ങനെ കൂടാൻ പാടില്ല. അപ്പൊ ഷോർട്ടർ ഫർ ഉണ്ടാവും. ചൂട് കൂടിയാല്, ചൂട് കൂടുതലല്ലേ, അപ്പോൾ ലോങ്ങർ ഫർ, തിക്കർ ഫർ ആകുമ്പോൾ ചൂട് വീണ്ടും കൂടും. അപ്പൊ അവർക്ക് ഷോർട്ട് ഫർ മതി. ഇനി മൗണ്ടൻ ഗോട്ടിന്റെ പ്രത്യേകത ജനറലി സ്റ്റോക്കിയ, കുറച്ചുകൂടി എന്താണ്, വലിപ്പം കൂടുതലായിരിക്കും, കുറച്ചുകൂടി മസ്കുലർ ആയിരിക്കും. എന്തിനാണ്? അഡാപ്റ്റഡ് ഫോർ ക്ലൈംബിംഗ് റോക്കി ടെറൈൻസ്. റോക്കൊക്കെ ക്ലൈംബ് ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി മസിൽസ് വേണം അല്ലെ, മസിൽസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലൈംബ് ചെയ്ത് പോകണ്ട. സോ മോർ മസ്കുലർ ആയിരിക്കും. പ്ലെയിൻ ഗോട്ട് സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികം എഫേർട്ട് എടുക്കണ്ട, കാരണം ഫ്ലാറ്റ് ലാൻഡ് അല്ലേ. സോ എഫേർട്ട് വേണ്ട. അപ്പോൾ അവരുടെ ബോഡി മെലിഞ്ഞിട്ടായിരിക്കും, കുറച്ചുകൂടി ലീനർ ആയിരിക്കും. സോ ലീനർ ബിൽഡ് സൂട്ടബിൾ ഫോർ ഫ്ലാറ്റ് ഓപ്പൺ ഏരിയാസ്. ഇനി മറ്റു ഡിഫറൻസസിലേക്ക് കടക്കാം. മൗണ്ടൻ ഗോട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഹൂസ് വിത്ത് റഫ് ടെക്സ്ചർ. കാരണം ഇവർ കാലുകളൊക്കെ നല്ല റഫായിരിക്കും, ഗ്രിപ്പ് കൂട്ടാൻ വേണ്ടി. കാരണം മൗണ്ടൻ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുമ്പോൾ തെന്നി വീഴരുത്, അപ്പൊ ഗ്രിപ്പ് കൂടണം. അപ്പൊ റഫ് ടെക്സ്ചർ ഫോർ ബെറ്റർ ഗ്രിപ്പ് ഓൺ റോക്കി സർഫസ്. ഇനി പ്ലെയിൻ ഗോട്ടിലേക്ക് വരുന്ന സാഹചര്യത്തിൽ, പ്ലെയിൻ ഗോട്ട് എന്ന് പറയുമ്പോൾ അവർ ഫ്ലാറ്റ് സർഫസിൽ നടക്കുന്നവരാ. സോ അവരെ ഹൂഫ്സ് എന്ന് പറയുന്നത് ആ രീതിയിൽ എന്തായിരിക്കും, അഡാപ്റ്റഡ് ആയിരിക്കും. ഇനി മൗണ്ടൻ ഗോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊമ്പുകൾ കർവ്ഡ് ഷാർപ്പ് ഹോൺ ഫോർ ഡിഫൻസ്. അപ്പോൾ മലമുകളിൽ അല്ലെങ്കിൽ മലയുടെ എനിമീസ് അല്ലെ പ്രിഡേറ്റേഴ്സ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് നല്ല മൂർച്ചയുള്ള എന്തുണ്ട്, കൊമ്പുകളുണ്ട്. ഇനി പ്ലെയിൻ ഗോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹോൺ ക്യാൻ വേരി ബട്ട് ആർ യൂഷ്വലി ലെസ് പ്രൊനൗൺസ്ഡ് ദാൻ മൗണ്ടൻ ഗോട്ടിന് അത്രയും എന്തില്ല, പ്രൊജക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൗണ്ടൻ ഗോട്ടിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തിക്ക് ഫർ ഉണ്ട്, സ്ട്രോങ് മസിൽസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് തിരിച്ച് ഇവിടെയും അതേ പോയിന്റ് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. വാമർ ഏരിയയിലാണ് പ്ലെയിൻ ഗോട്ട് ഉള്ളത്, അതുകൊണ്ട് അവർക്ക് ഷോർട്ട് ഫർ മതിയാവും. ബോഡി ഷേപ്പ് ലീനർ ആയിരിക്കും, കാരണം അവർ അധികം എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഡിഫറൻസസ് ആണെന്നോ, ലാസ്റ്റ് ഡിഫറൻസ് മൗണ്ടൻ ഗോട്ട് യൂസ് ഇറ്റ് സ്ട്രോങ് ബിൽറ്റ്. നല്ല മസ്കുലർ ആണല്ലോ, സ്ട്രോങ് ബിൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഷാർപ്പ് ഹോൺ ഉപയോഗിച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്യും, പ്രിഡേറ്റേഴ്സിനെ ഡിഫെൻഡ് ചെയ്യും. എന്നാൽ പ്ലെയിൻ ഗോട്ടിനെ സംബന്ധിച്ചിടത്തോളം റിലേസ് ഓൺ ബീൻ ഫാസ്റ്റ്. അവർ ലീനർ ആണ്, ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റും. അവർ ഫ്ലെക്സിബിൾ ആണ്, പ്ലയബിൾ ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റും. അങ്ങനെ അവരെന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യും, പ്രിഡേറ്റേഴ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും, പ്ലെയിനിലെ പ്രിഡേറ്റേഴ്സിന് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് മൗണ്ടൻ ഗോട്ടും പ്ലെയിൻ ഗോട്ടും തമ്മിലുള്ള ഡിഫറൻസസ്. 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അവിടെ. രണ്ടാമത്തെ ചോദ്യം 4 മാർക്കിന് ചോദ്യമാണ്, ഒന്നാമത്തെ 2 മാർക്കിന്റെ ചോദ്യമാണ്. ഓവറോൾ നമുക്ക് 6 മാർക്ക് ഗ്യാരണ്ടി ചെയ്ത പോലെ 6 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചില്ലേ? സോ മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനുണ്ട്, കണ്ടുമുട്ടേണ്ടതുണ്ട്. സോ വീഡിയോ ഹെൽപ്ഫുൾ ആണ്, തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യണം. മറ്റൊരവസരത്തിൽ കാണാം.